പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട സിസ്റ്റർ ലോറൻസ് എന്ന സ്നേഹമുള്ള സുഹൃത്തുക്കളെ, അച്ഛൻ്റെ മരണത്തുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മ പുതുക്കണം എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ലാസർ ഒരു 5-6 ദിവസത്തിന് മുമ്പ് തന്നെ എല്ലാ ആൾക്കാരും പോയി ക്ഷണിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നിവിടെ നോക്കിയപ്പോൾ നമ്മൾ വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. എങ്കിലും ആ ഓർമ്മ പുതുക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുതലപ്പള്ളി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സുഖമായിട്ട് പണിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് നമ്മുടെയൊക്കെ അന്നത്തെ ലക്ഷ്യം. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാഞ്ഞു പോകും. അപ്പോൾ ഈ അപ്പുറത്തിപ്പുറത്തും കിടക്കുന്ന ഡ്രഡ്ജറുകൾ മാത്രമുണ്ട്. പക്ഷെ ഒരു കാര്യം നോക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഈ ഭൂപ്രദേശം ഇപ്പോൾ ഇഷ്ടംപോലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്, ആൾക്കാർ ആവശ്യം പോലെ കിടപ്പുണ്ട്. പക്ഷെ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ചരിത്രങ്ങളൊക്കെ ചിലപ്പോൾ ഓർക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ ഓർമ്മ പുതുക്കൽ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതകാലം വരെ, അവസാന നിമിഷം വരെ ഇതുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും എന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികൾ പൂർണ്ണമായിട്ട് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ലാസർ പറഞ്ഞതുപോലെ 81 പോലുള്ള സമര പരിപാടി. അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ പല സമരമുറകളും പല സമര പരിപാടികളൊക്കെ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ദുഃഖം തോന്നിയാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഒരു 10% പോലും തൊഴിലാളിക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഭരിക്കുന്ന കാലാകാലങ്ങൾ നമ്മൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം അവർ ഇതൊന്നും വലിയ ശ്രദ്ധയായിട്ട് അവർ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പഠന റിപ്പോർട്ടുമായിട്ട് ഫസ്റ്റിലെ ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന സമയത്ത് അതുമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അന്ന് കറക്റ്റായിട്ട് അതിനകത്ത് അവസാനം പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് ബൈപ്പാസ് ഡെയിലി മണ്ണെടുത്ത് മാറ്റണമെന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കിയത്. പക്ഷേ എന്ത് ചെയ്യാം, പിന്നീട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ നമ്മളെയൊക്കെ സ്ഥിരം കഷ്ടപ്പെടുത്തി നമ്മൾ സമരത്ത് നമ്മളെ സമരമുഖത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സമരം ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടി 177 കോടി രൂപയുടെ പദ്ധതി പത്രത്തിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഈ മെയ് മാസം 21-ാം തീയതി എന്തോ ഇവിടെ തറക്കല്ലിട്ടിട്ട് വർക്കുകൾ തുടങ്ങാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഡ്രഡ്ജർ മെഷീൻ കൊണ്ടിട്ട് ഇവിടെ സുഖമായിട്ട് ആൾക്കാർക്ക് തൊഴിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുമെന്നൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇതിൻ്റെ പിന്നിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഓർമ്മ പുതുക്കൽ ഈ ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ സംഘാടകർക്കും അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നുമല്ലെങ്കിലും നമ്മളെ കൊണ്ട് നമുക്ക് 10 പേരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർമ്മ മനസ്സിനകത്ത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിരിക്കുന്ന ലാസറിനും അതോടൊപ്പം തന്നെ സംഘാടകർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫാദർ തോമസ് കോച്ചേരി പൂത്തുറ ഇടവകയിൽ നിന്ന് തുടങ്ങിയ വൈദികനായി വന്ന് ചാർജ് എടുത്ത അന്ന് മുതൽ മത്സ്യത്തൊഴിലാളിയെ സ്വപ്നം കണ്ടുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയാണെന്ന് തെളിയിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് ഫാദർ തോമസ് കോച്ചേരി. ഇവിടെ ആരും പറയാതെ കടന്നുപോയൊരു പ്രസ്താവനയാണ്. അന്ന് മരണം മുന്നിൽ നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് മനുഷ്യന് വേണ്ടി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി എന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് ഫാദർ തോമസ് കോച്ചേരി. ഈ പൂത്തുറ ഇടവകയിൽ നിന്ന് വൈദികനായി തുടങ്ങി ലോകത്തിന്റെ നെറുകയിൽ നിന്ന് വിളിച്ചു പറയാൻ കരുത്ത് ദൈവം കൊടുത്തൊരു വൈദികനാണ് തോമസ് കോച്ചേരി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മെഡിക്കൽ മെഡിസിൻ സിസ്റ്റേഴ്സ് കർമാമ്മയാണ് ഇന്ന് കൂടുതൽ കാര്യങ്ങൾക്ക് അതീതമായി നമ്മളെ ഓർമ്മിപ്പിച്ചത്. അത് മിസ്റ്റർ ജസ്മിൻ മാർട്ടിൻ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ കരുത്തോടുകൂടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് മെഡിക്കൽ സിസ്റ്റർ. അത് ഭംഗിയായി വളരെ ഡീസന്റായി സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ കരുത്തുണ്ടായി. ഇതുവരെ അവരുടെ ആരോഗ്യത്തിന് ഒരു കോട്ടമില്ലെങ്കിൽ ഇനി മുന്നോട്ട് സ്ത്രീകളെ നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ. കാരണം തോമസ് കോച്ചേരിയുടെ ഈ ഓർമ്മ നിലനിൽക്കാൻ ഈ താഴമ്പള്ളി മുതൽ പെരുമാറ മുതൽ അങ്ങ് വർക്കല വരെ നമ്മൾ കണ്ട സ്വപ്നം ഇപ്പൊ യാഥാർത്ഥ്യമായി ഈ ജനം കൂടിയിരിക്കുന്ന ഈ മണ്ണില് ഇവിടെ ഉള്ള വ്യക്തികളും ഈ പെരുമാറ കിടക്കുന്നതും
ഈ പൂത്തറയും അഞ്ചുതെങ്ങും മാമ്പള്ളി വർക്കലയും ഏതെങ്കിലും ഒരു കുഞ്ഞുകുട്ടികൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഫാദർ തോമസ് കോച്ചേരി എന്ന ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ ഒരു മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ മുതലപ്പുഴി. അല്ലാതെ ഇന്ന് ഹാർബറായി ഇന്ന് ഈ മനുഷ്യര് ഇവിടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സ്വപ്നമാണ്. ഇന്ന് ഈ കായലിന് കുറുകെ ഒരു പാലം വരുന്ന ഹാർബറാകുന്ന, അത് പ്രകൃതി കൊണ്ട് കനിഞ്ചിട്ട മണ്ണ് ഇന്ന് മൂടിയപ്പോൾ ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ ഇന്നിവിടെ കാണുന്ന ഒരു കാഴ്ച വസ്തുവായി മത്സ്യത്തൊഴിലാളിയുടെ നെഞ്ചി ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവർ ഇന്ന് കാണുന്ന സ്വപ്നം. ഇന്ന് ഇവർ സന്തോഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ പറ്റാതെ അവരെ വേദനയല്ല കാണുന്നത്. ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ നാനാ ദിക്കിലും ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചി ചവിട്ടി നിന്നുകൊണ്ട് അവര് ഒരു പ്രകൃതിയെ ആസ്വദിക്കുകയാണ്, ഒരു പ്രകൃതിയെ അവർ കാണുന്നു. പക്ഷേ ആ പ്രകൃതിയല്ല മരണപ്പെട്ടു പോയ ഒരു വ്യക്തി ഫാദർ തോമസ് കോച്ചേരി കണ്ടത്. ഇത് സുലഭമായിട്ട് എല്ലാ ദിവസവും 365 ദിവസവും നമുക്ക് പണിക്ക് പോകണം. മത്സ്യത്തൊഴിലാളി ഈ ലോകം മുഴുവനും അറിയണം. അത് ഞാൻ പൺമറഞ്ഞു പോയാലും അനേകം ആൾക്കാരെ പടുത്തുയർത്തിക്കൊണ്ടാണ് ആ ഫാദർ തോമസ് കോച്ചേരി കടന്നുപോയത്. അതിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഴയ ഓർമ്മകൾ വെച്ചുകൊണ്ട് തന്നെ അൽഫോൺസ് വളരെയധികം കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ വികസനം നമ്മളെ സ്വപ്നം തന്നെയാണ്. അതിൽ നമ്മൾ എൻ്റെ കൂട്ടുകാരൻ സംസാരിച്ചത് വളരെ ആവേശകരമായി. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പം നന്നായി ആവേശം കൊള്ളുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഇവിടെ ഈ മുതലപ്പുഴയിൽ നമ്മളെല്ലാം അഡ്വാൻസ് പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കണമെങ്കിൽ എല്ലാ വർഷവും അച്ഛനെ അനുസ്മരിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മളിലുണ്ട് എന്ന് അത് അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കിനിയുള്ള കാലങ്ങളിൽ ഈ ഇവിടുത്തെ വികസനത്തിൽ പങ്കാളികളാകാം. അതിനുവേണ്ടി അച്ഛൻ്റെ ഓർമ്മയിലും പങ്കെടുപ്പിക്കുക, മറ്റുള്ള പുതിയ തലമുറയെ ഇതിലേക്ക് അച്ഛനെക്കുറിച്ച് കൂടുതലൊക്കെ പഠിപ്പിക്കൽ, ഇതാണ് നമ്മുടെ പൊതുപ്രവർത്തനത്തിന് നമുക്ക് അവശേഷിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മളെല്ലാം കൂട്ടായ്മയിലും പൂർത്തീകരിക്കാമെന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ഈ ചരമവാർഷികത്തിന് നമ്മൾ ഈ യോഗത്തിൽ വന്ന് എല്ലാവരോടും ഈ സുഷ്ട് അവതരിപ്പിച്ചേക്കുന്നു. അത് വന്നിട്ടുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകർ, മീഡിയയ്ക്കും സെക്രട്ടറി സഹകരണം ഞങ്ങൾ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യോഗം